ഞങ്ങൾക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനോട് യോജിച്ചു പോകുന്നേ. സ്കൂളാണെങ്കിലും തന്നെ നമ്മൾ പോകുന്ന സമയത്ത് ആൺകുട്ടികളുടെ ബാത്റൂമിൽ കയറാൻ പാടില്ല, പെൺകുട്ടികൾക്ക് വേറെ ഉണ്ട്, അങ്ങനെയെല്ലാം ആദ്യം ടീച്ചേഴ്സ് എല്ലാം പറഞ്ഞു പഠിപ്പിക്കുന്ന സമയമായിരുന്നു. അന്നേരം ഇവിടെ വന്നപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നുണ്ടായിരുന്നു. അത് നല്ലൊരു കാര്യമായിട്ടാ തോന്നി. ഇല്ല, വേറൊന്നും ആയിട്ട് തോന്നിയിട്ടില്ല. മാറ്റങ്ങൾ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് മാറണം. ഇതിപ്പോ തലമുറ മാറുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വലിയ വിഷയങ്ങളൊന്നും ജെൻഡർ ഫ്രണ്ട്ലി ടോയ്ലറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് വളരെ കൃത്യമായിട്ട് തന്നെയാണ് പോകുന്നത്. ഇതും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നത് നാളത്തെ സമൂഹത്തിൽ ജെൻഡർ വ്യത്യാസമോ മറ്റു യാതൊരു വ്യത്യാസങ്ങളോ ഇല്ലാതെ മനുഷ്യന് മനസ്സിലാക്കുക. അത് ഏത് സ്പേസിലാണെങ്കിലും ഒരു ശരിക്കും പേഴ്സണലായിട്ട് മനുഷ്യന്റെ ആവശ്യം നിർവഹിക്കാൻ പോകുന്ന ഒരു സ്പേസിൽ ഏതൊരു ജെൻഡറിൽപ്പെട്ട ഒരാളിനെ കണ്ടാലും അവനെ പോലൊരു വ്യക്തിയാണ് അതെന്ന് മനസ്സിലാക്കി അത്തരത്തിൽ സമൂഹത്തിൽ ഉയർന്ന ചിന്ത ഉയർത്തിപ്പിടിക്കുന്ന വ്യക്തികളായി മാറുക എന്നുള്ള ഒരു വലിയ ആശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ജെൻഡർ ഫ്രണ്ട്ലി ഒരു സംഭവം ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ളത്.